ഗ്രഹങ്ങളുടെ പ്രേരണയോടുള്ള മനുഷ്യന്റെ പ്രതികരണമാണ് ജീവിതം. ചന്ദ്രനെ ഭാരതീയ സങ്കല്പത്തിൽ കാണുന്ന മാതാവായിട്ടാണ്, പാർവതിയായിട്ടാണ് കാണുന്നത്, അമ്മയായിട്ടാണ് കാണുന്നത്. അമ്മയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീദേവിയും മൂദേവിയും കൂടെ കൂടിയാണ്. ഇത് രണ്ടുമില്ലാതെ പറ്റത്തില്ല. ചിങ്ങമാസത്തിൽ ദിവസം പകല് 12 മണി അഭിജിത്ത് മുഹൂർത്തം. ആ സമയത്ത് ജനിക്കുന്നവർക്ക് മിടുക്കരാണ്. അവർ നേരെ നോക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം കണ്ടൊക്കെ നല്ല തീക്ഷ്ണമായിരിക്കും. വേദിക് അസ്ട്രോളജി പറയുന്ന മനുഷ്യന് 3 ജന്മമാണ്. ഒന്ന് ബീജം, രണ്ടാമത്. എന്താണ് ഈ കാളസർപ്പയോഗം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്തിൽ 42 യോഗങ്ങളെ കുറിച്ച് ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ യോഗം എന്ന് കേട്ടാൽ നമ്മൾ ഏതാണ്ട് പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ കാണും. 3 യോഗങ്ങൾ നെഗറ്റീവാണ്, 39 നല്ല യോഗങ്ങളും 3 ദോഷയോഗങ്ങളുമാണ്. കാളസർപ്പദോഷം, പാശയോഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള. ഈ കാളസർപ്പയോഗം പാശയോഗം ഒന്ന് തന്നെയല്ലേ? അല്ല, അത് രണ്ടും 2 സംഗതിയാണ്. ദരിദ്രയോഗം ഇതൊക്കെ വേറെയാണ്. ഈ പാശയോഗം എന്ന് പറഞ്ഞാൽ ഒരാളെ കയറുകൊണ്ട് എല്ലാം കാണും, പക്ഷെ അയാളെ കയറുകൊണ്ട് കെട്ടിയിട്ട് വെച്ച് നിർത്തിയേക്കുന്നില്ല, അതൊന്നും ഉപയോഗിക്കാൻ അനുഭവവും ഇല്ലാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് കാളസർപ്പദോഷം. എല്ലാത്തിനും തടസ്സങ്ങളും നമുക്ക് ധാരാളം ഐഡിയ അല്ലെങ്കിൽ ഭൗതികമായിട്ടൊക്കെ നല്ല നിലവാരം ഉണ്ടായിട്ടും നമുക്കൊരു ലെവലിലേക്ക് ചെന്നെത്താൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള. അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ ഈ കാളഹസ്തി എന്നൊരു ക്ഷേത്രമുണ്ട് നമ്മുടെ തിരുപ്പതിയുടെ, അവിടെ പോകാറുണ്ട്. അവിടെ നമ്മൾ തന്നെ പൂജ ചെയ്യും. അതതിൻ്റെ ഒരു പരിഹാരമായിട്ട് പറയുന്നു. പരിഹാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കാലില്ലാത്ത വ്യക്തി കൃത്രിമക്കാലം കൊടുക്കുന്നുണ്ട്. 85% പ്രതീക്ഷിച്ചാൽ മതി. എന്നാലും അതൊരു പരിഹാരമാണ്. നമ്മുടെ മഹർഷി ശ്രേഷ്ഠന്മാർ പറഞ്ഞു തന്നേക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ ഈ ദോഷയോഗമുണ്ട്. ഇപ്പം ദരിദ്രയോഗം എന്ന് പറഞ്ഞാൽ 12ാമത്തെ വ്യാഴം നിന്നാൽ എത്ര ധനമുള്ളവന് അത് ഒന്നുമല്ലെന്നായി തീരുമെന്നാണ് പറയുന്നത്. ധനമെല്ലാം നഷ്ടപ്പെടും എന്ന് പറയും. അപ്പോൾ അത് നമുക്ക് ധാരാളം അനുഭവമുണ്ട്. 12 വ്യാഴം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒന്നും മടിക്കും. ഇപ്പോൾ ഒരു കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ 12 വ്യാഴമുള്ള ഒരാൾ വീട്ടിലേക്ക് വരാനൊക്കെ ഒരുമാതിരിയുള്ളവരൊക്കെ ഒന്ന് മടിക്കും. പക്ഷെ അതിന് പരിഹാരമൊക്കെ കുറേ പറയുന്നുണ്ട്. ഏറ്റവും വലിയ ആവശ്യം ബോധ്യങ്ങളാണ്. നമ്മളത് അങ്ങനെ ഒരാളാണെന്ന് ബോധ്യപ്പെട്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. അപ്പം നമുക്ക് കുഴപ്പമില്ലാതൊക്കെ പോകാൻ പറ്റും. അതുപോലെ തന്നെ നല്ല യോഗങ്ങളുണ്ട്. ഏറ്റവും വലിയ 5 മഹായോഗങ്ങളുണ്ട്. ശശമഹായോഗം, മാളവി യോഗം, രുചിക യോഗം, ഭദ്രയോഗം, ഹംസയോഗം, അങ്ങനെയൊക്കെ അതിൻ്റെ പേരുകൾ. ഗജകേസരി യോഗം, നീചഭംഗരാജയോഗം. ഇപ്പം നമുക്കറിയാം വലിയ വലിയ പദവിയിലൊക്കെ എത്തിയേക്കുന്ന ആൾക്കാർക്ക് അതിന് നീചഭംഗരാജയോഗമുണ്ട്. ഇപ്പം നമ്മുടെ KR നാരായണൻ ഇന്ത്യൻ പ്രസിഡൻ്റായി. അദ്ദേഹത്തിൻ്റെ ജാതകം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഞാൻ അങ്ങനെ എനിക്ക് ഒരു കൗതുകമുള്ളതുകൊണ്ട് ഞാനത് മേടിച്ച് പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നീചഭംഗ രാജയോഗമുണ്ട്. അപ്പോൾ നീചഭംഗ ചക്രവർത്തി യോഗം എന്നാണ്. അത് ഇന്ത്യയുടെ ചക്രവർത്തിയായി. അപ്പോൾ അദ്ദേഹത്തിനുണ്ട് ആ ഏതൊരു സാഹചര്യത്തിൽ നിന്നും, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ നിന്നും അദ്ദേഹം പൊരുതി പട വെട്ടി മിടുക്കനായ ഒരു നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പൊസിഷനിലെത്തി. അദ്ദേഹത്തിൻ്റെ യോഗം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി പഠിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അദ്ദേഹത്തിന് നീചഭംഗ രാജയോഗം, ഗജകേസരി യോഗം, രുചക യോഗം, ഇങ്ങനെയുള്ള മഹായോഗങ്ങളെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അല്ല ഒരാൾക്ക് ആകാൻ പറ്റത്തില്ല, ഉറപ്പാണ്. കാരണം നമുക്ക് ഇപ്പം വ്യക്തികളൊക്കെ ആണെങ്കിലും നമുക്ക് യോഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശ്രമം കൂടെ, നമ്മളിപ്പോൾ യോഗം ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പം പ്രധാനമന്ത്രിയായ യോഗം ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കയറിയൊന്നാകത്തില്ല. താൻ പാതി ദൈവം പാതി. അവരതിന് ശ്രമിക്കുകയും കൂടി ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഈ ഗ്രഹങ്ങൾക്ക് മൗഢ്യം ഉണ്ടാവുക എന്നുള്ളത് ഒരു എന്താണത്? മൗഢ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അധികമായ അമൃതം വിഷമെന്ന് നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ല് പറയും. ഇപ്പം ചന്ദ്രൻ്റെ അതിപ്രസരം മാനസിക രോഗം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഓരോ ഗ്രഹങ്ങളും സൂര്യനോട് ഇത്ര ഡിഗ്രി അടുത്ത് കഴിയുമ്പോൾ അതിപ്രസരം വരും. അതിനായി മൗഢ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അകന്നു പോകുമ്പോൾ അതിന് നീചം എന്ന് പറയും. അമാവാസിയുടെ കാര്യം പറഞ്ഞ പോലെ ഇത് രണ്ടും നമ്മുടെ ഓറാ ലെവലിനെ നെഗറ്റീവ് വൈബ്രേഷൻ ആക്കും. അല്ല, അപ്പോൾ ഈ മൗഢ്യമുള്ളതിന് ചെറിയ ചില പണികൾ ചെയ്താൽ അത് ഗുണകരമാകാം അല്ലേ? അതിന് ചില റെമഡീസ് അസ്ട്രോളജി പറയുന്നുണ്ട്. റെമഡീസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ റെമഡികൾ. ഏറ്റവും വലിയ ആവശ്യം നമ്മൾ ആരാണെന്ന് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അതായത് നമ്മളുടെ ജനനസമയം വെച്ച് നമുക്ക് ഏതൊക്കെ കാലങ്ങൾ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ തൊഴിൽപരമായിട്ടും വിദ്യാപരമായിട്ടും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറ്റും, വിവാഹം എപ്പോൾ കഴിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളെ കഴിക്കണം, എങ്ങനെയുള്ളൊരു ജീവിത പങ്കാളിയായിരിക്കണം നമ്മൾ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഒരു വീട് പണിയാനോ അല്ലെങ്കിൽ വാഹനം മേടിക്കാനോ വിദേശത്ത് പോകാനോ യാത്ര പോകാനോ നമ്മൾ പുസ്തകങ്ങൾ എഴുതാനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനൊക്കെ നമുക്ക് സമയങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആയാസമില്ലാതെ വഴി അറിഞ്ഞ് സഞ്ചരിക്കാൻ പറ്റും. വഴി അറിഞ്ഞ് സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്ക് ആയാസമില്ലാതെ പോകാൻ പറ്റും. അവിടെയാണ് അസ്ട്രോളജിയുടെ പ്രസക്തി. ഇതിൽ 9 ഗ്രഹങ്ങളും ഓരോരുത്തർക്കും മൗഢ്യമായി വരാനുള്ള സാധ്യത കൂടുതലാണല്ലേ? ചില സമയത്ത് ഗ്രഹപ്പിഴകളില്ലാത്ത ജാതകമുണ്ട്. ചിലപ്പോൾ ആ സമയത്ത് യോഗങ്ങളും കാണുകയില്ല. അപ്പം നമ്മൾ പറയും അഷ്ടൈശ്വര്യങ്ങൾ അനുഭവിക്കണമെങ്കിൽ നമുക്ക് യോഗങ്ങളൂടെ വേണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം ഈ അഷ്ടൈശ്വര്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊക്കെ വിനയായി തീരുകയും ചെയ്യും. ഇപ്പം ധനം വിനയാകുന്ന ധാരാളം ആൾക്കാരെ ഞാൻ സമൂഹത്തിൽ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് കുറേ ജ്വല്ലറികളുടെ ഉടമസ്ഥനും അവന് സൂയിസൈഡ് ചെയ്തു ദുബായിൽ. അവന് ദുബായി കൂടെ ഏറ്റവും നല്ല കള്ള് കഴിച്ച് നടക്കുള്ളൂ, ഏറ്റവും നല്ല കാറല്ലേ നടക്കുള്ളൂ, അറബി പിള്ളേരുമായിട്ട് കൂട്ടുകെട്ട്, ഒട്ടകപ്പന്തയും കുതിരപ്പന്തയും, അങ്ങനെ എല്ലാ വേണ്ടാത്തതും ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അദ്ദേഹത്തിന് ധനം കൂടിയതാ. ചെറുപ്പം തൊട്ട് ധാരാളം
ധനം വിനയായി. ധനം വിനയായി. അതുപോലെ തന്നെ വിദ്യ വിനയാകുന്നവരുണ്ട്. ഇത്ര പഠിച്ച ശേഷം ഞാൻ ഇന്ന തൊഴിലേ ചെയ്യുള്ളൂ എന്ന് ശടിച്ച് അവൻ്റെ ജീവിതം കളയും. ഞാനും വലിയ റാങ്കൊക്കെ മേടിച്ച ആളാണ്, എനിക്ക് ഇന്ന ജോലി കിട്ടിയാലും ഞാൻ ചെയ്യുന്നുള്ളൂ, അവൻ്റെ ജീവിതം പോയില്ലേ. അപ്പം ഈ അങ്ങനെ ഒരു സംഗതിയുണ്ട്. അതുപോലെ തന്നെ ഭാര്യ വിനയാകുന്നവരും ജീവിത പങ്കാളി വിനയാകുന്നവരും മക്കൾ വിനയാകുന്നവരും മാതാപിതാക്കൾ വിനയാകുന്നവരും ഒക്കെ സമൂഹത്തിലുണ്ട്. അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാൻ, അതൊക്കെ തീർച്ചയായിട്ടും ചോദിക്കേണ്ടി വരും. ഒരുപാട് പേർക്ക് ഭാര്യ വിനയും ഭർത്താവ് വിനയായോണ്ട് ചോദിക്കുന്നതല്ല, ഞാൻ ജനറൽ ആയിട്ടൊരു കാര്യം ചോദിക്കാം. പക്ഷെ നമ്മൾ ചില ആൾക്കാര് നമ്മൾ കാണുമ്പോൾ സാർ പറയുന്ന ഓറ, അടിപൊളി ഓറ നമുക്ക് ഫീൽ ചെയ്യും. എന്ത് നല്ല മനുഷ്യനാ, എന്ത് രസമായിട്ട് ആൾക്കാരോട് സംസാരിക്കണേ എന്ന് പറയും. വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭർത്താവിനോട് കണ്ടില്ലേ നോക്കുന്ന പറയും. പക്ഷെ ആ ആൾ അയാളുടെ വീട്ടിൽ പോയിട്ട് കാണിക്കുന്ന ഭയങ്കര വൃത്തിയോടായിരിക്കും. മായാമയോ എന്ന് പറയുന്നത് സർവ്വതും മായ. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കണം, അതായത് ദൈവങ്ങൾ പോലും അവർക്ക് മോശമായ സമയവും മോശമായ കാലമൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പരമശിവൻ്റെ ശിവപാർവതിയുടെ ജീവിതമൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിന് രൗദ്രഭാവം ഉണ്ടാകാറുണ്ട്, ശരിയല്ലേ? എന്ന് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യനും അങ്ങനെയുള്ള ഭാവങ്ങളുണ്ട്. അതിന് കൂടുതലും കാരണമാകുന്നത് ഈ തിഥികളാണെന്ന് അസ്ട്രോളജി പറയുന്നുണ്ട്. ഇപ്പോൾ അഷ്ടമിയിലുള്ള ഒരാളുടെ മാനസികാവസ്ഥയല്ല അദ്ദേഹത്തിന് ഏകാദശിയിലുള്ളത്. ഏകാദശി അദ്ദേഹം ശാന്തനായിരിക്കും, നവമിയിൽ അദ്ദേഹം ശാന്തനായിരിക്കും, പഞ്ചമിയിൽ അദ്ദേഹം കുഴപ്പമില്ല, ചതുർത്ഥിയില് ചന്ദ്രന്റെ പ്രസരണം ഭൂമിയിലേക്ക് എത്തുന്നതിനെ ഡിപ്പെൻഡ്. അതായത് ജ്യോതിഷത്തിന്റെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനൊരു നിർവചനം ഉണ്ടല്ലോ, ഗ്രഹങ്ങളുടെ പ്രേരണയോടുള്ള മനുഷ്യന്റെ പ്രതികരണമാണ് ജീവിതം, അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് ജ്യോതിഷം. ഗ്രഹങ്ങളുടെ പ്രേരണയോടുള്ള മനുഷ്യന്റെ പ്രതികരണമാണ് ജീവിതം. നമ്മൾ ഇങ്ങോട്ട് ട്രിഗർ ചെയ്യുമ്പോൾ നമ്മൾ അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, അതാണ് നമ്മൾ റിയാക്ട് ചെയ്യണമെന്ന് റെസ്പോണ്ട് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. പക്ഷെ നമ്മൾ കാറ്റും കോളുള്ള ഒരു പുഴയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ആ യാത്ര വള്ളം കൊണ്ട് ഊന്നുപോലുകൊണ്ടൊക്കെ നമ്മൾ ക്രമീകരിക്കണം. ഈ ഒരു ഡ്യൂട്ടി നമുക്കുണ്ട്, അതിനുള്ള വിശേഷബുദ്ധി മനുഷ്യന് തന്നിട്ടുണ്ട്. അതായത് ചന്ദ്രന്റെ സ്വഭാവം മാറുന്നതനുസരിച്ച് ഭൂമിയിലുള്ള ഓരോരുത്തരുടെയും ഓരോ ജീവജാലങ്ങളുടെയും ഭൂമിയുടെയും ചന്ദ്രനെ എങ്ങനെ സൂചിപ്പിക്കാം? ചന്ദ്രനെ ഭാരതീയ സങ്കല്പത്തിൽ കാണുന്ന മാതാവായിട്ടാ, പാർവതിയായിട്ടാ കാണുന്നത്, അമ്മയായിട്ടാ കാണുന്നത്. അമ്മയാണ്, മാതാവാണ്. ഇപ്പൊ നമ്മുടെ ശിവ പാർവതി അവിടെ ചന്ദ്രകല കാണാം. അപ്പം ചന്ദ്രൻ മനുഷ്യ മനസ്സിന്റെ കാരകനാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ, അല്ലെങ്കിൽ ആത്മാവിന്റെ ബാഹ്യരൂപമായ മനസ്സ് ഈശ്വരന്റെ ഒരു ഡയറക്റ്റുള്ള ഇടപെടലിന്റെ സ്ഥലമാണ് അത് ചെകുത്താനും അവിടെ കയറി ഇടപെടും, നെഗറ്റീവ് എനർജികൾ അവിടെ കയറി ഇടപെടും. കുറച്ചു മുമ്പ് ഈ ഭദ്രകാളിയുടെ കാര്യം പറഞ്ഞിരുന്നു, അമാവാസി ജനിച്ചു എന്ന് പറഞ്ഞു. ഭദ്രകാളി എന്ന് പറയുമ്പം ആൾക്കാർ ഒരു മോശ അല്ലെങ്കിൽ ഒരു ഭീകര രൂപമായിട്ടാണ് കാണുന്നത്, ശരിയല്ല? പക്ഷെ ഏറ്റവും കൂടുതൽ ഭദ്രകാളിക്ക് രാത്രിയല്ലേ പുറത്തിറങ്ങാൻ താല്പര്യം, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ. അതായത് അറിവിന്റെ മൂർത്തിഭാവം എന്ന് ഭദ്രകാളിക്ക് അർത്ഥമുണ്ട്. കാരണം കാളിദാസൻ മന്ദബുദ്ധിയായിരുന്നു, കാളിദാസന്റെ നാക്കൽ ഭദ്രമന്ത്രം കുറിച്ച് കൊടുത്തുള്ള അറിവുള്ളവനായെന്നാ. അറിവും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ആരെയും വകവെക്കത്തില്ല. അതിന്റെ ഒരു സിമ്പലാണ് ഈ ഭദ്രകാളിയുടെ രൂപം. പുരുഷൻ ഒതുങ്ങിപ്പോവും. ഇപ്പൊ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജയലളിത വന്നതേ ആ തുണിയില്ലാതെ പിടിച്ച് കരുണാനിധി അകത്താക്കി. അന്നേരെ ഓർക്കുന്നുണ്ടോ? തുണി കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. സ്ത്രീ ഒരുമ്പിട്ടാൽ നമ്മൾ പറയും, സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയാണ്, ഭാര്യയാണ്, മകളാണ്, കാമുകിയാണ്, സഹോദരിയാണ്, എല്ലാമാണ്. പക്ഷെ സ്ത്രീ ഒരുമ്പിട്ടാൽ ഇന്ന് വരെ വളരെ നെഗറ്റീവായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂദേവി, ഭദ്രകാളി. ഭദ്രകാളി എന്ന് പറയില്ല, ഒരാളെ നമ്മൾ ഭദ്രകാളി സ്നേഹത്തോടെ പറയില്ല. അതായത് അത് തന്നെ അറിയാം, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ശ്രീദേവിയും മൂദേവിയും കൂടെ കൂടിയാ. ഇത് രണ്ടുമില്ലാതെ പറ്റത്തില്ല. ഇവര് രണ്ടുപേരും നമ്മൾ വേണം. ഇപ്പം വെളിച്ചത്തിന് വില അറിയണമെങ്കിൽ ഇരുട്ടെന്താന്ന് അറിയണ്ടേ? അപ്പം ഇവർ രണ്ടുപേരും നമ്മുടെ ജീവിത ചക്രത്തിന്റെ രണ്ട് വശങ്ങളാണ്. നമുക്ക് ഇവരെ രണ്ടുപേരെ മാറ്റാൻ പറ്റത്തില്ല. പണ്ട് ഈ ആൾക്കാർ പറയും കുളി കഴിയുമ്പോൾ ആദ്യമേ നമ്മൾ ഈ ബാക്ക് സൈഡ് തോർക്കണമെന്ന് പറയും. വാസ്തവത്തിൽ അത് വളരെ ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കാര്യങ്ങളുണ്ട്. ആയുർവേദത്തിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ നമുക്ക് കൂടുതൽ തണുപ്പ് നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ വെള്ളം മാറ്റി കളയണം. അത് നമുക്ക് രോഗങ്ങളുണ്ടാകും, ഈർപ്പുണ്ടാകും, നാഡീജനമ്പുകൾക്കെല്ലാം പ്രശ്നം ഉണ്ടാകും. വാസ്തവത്തിൽ എന്നൊരു കഥ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു കുളി കഴിയുമ്പോഴേക്കും ആദ്യമേ നമ്മുടെ ശരീരത്ത് തിരിച്ചു കയറാനുള്ള, കുളിക്ക് മുമ്പായിട്ട് രണ്ട് മൂദേവി ശ്രീദേവി ഇറങ്ങി അവിടെ വിശ്രമിക്കുമെന്ന് പറയും. ഇതിൽ കഥ പോലെ ശരീരത്തിൽ നിന്ന് അത് കഴിഞ്ഞ് കുളി കഴിയുമ്പോഴേക്കും ആദ്യമേ നമ്മുടെ ശരീരത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് അനുവാദം ഉള്ളത് മൂദേവിക്കാണ്. അപ്പം ആദ്യമേ ഇവിടം തൂത്ത് കഴിയുമ്പോൾ നമ്മളവിടെ നമ്മുടെ മൂദേവി കയറും. അവിടെ കുണ്ടലിനി എന്നുള്ള ചക്രം ഇരിപ്പുണ്ട്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ശനി ഭഗവാനാണ്. ശനി ഭഗവാനോട് മാത്രമേ മൂദേവിക്ക് ഒരു ബഹുമാനമുള്ളതെന്നാണ് പറയുന്നത്.
ഓ, അങ്ങനെയാണ് ഒരു കഥ പോലെ. അതായത് ഇനി ആദ്യം മുഖമാണ് തുറന്നെങ്കിൽ മൂദേവി അവിടെ മുഖത്ത് കയറും, പിന്നെ നമ്മുടെ മുഖം ഒരുമാതിരി പ്രത്യേക എന്താ ആയക്കൂടി പ്രശ്നമാവെന്ന് പറയും. വാസ്തവത്തിൽ അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയത ഇതാ. രണ്ടാമത് നമ്മൾ മുഖം തോർത്തി കഴിയുമ്പോഴേക്കും അവിടെ ആര് കയറും? ശ്രീദേവി കയറും. ശ്രീദേവി നമുക്ക് നല്ല മുഖപ്രസാദം തരും എന്നൊരു വിശ്വാസം. പക്ഷെ ഇങ്ങനെയുള്ള ചില അന്ധവിശ്വാസം എന്ന് പറയുന്ന സംഗതികളിലും ചില കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ പ്രതിഭാശാലികളായ ചിന്തകന്മാരായ ലോകത്തിന് വേണ്ടി മാത്രം പോസിറ്റീവായിട്ട് ചിന്തിച്ച നമ്മുടെ ആചാര്യന്മാരും ഒക്കെ ഇത്തരത്തിലുള്ള പല സംഗതികളും നമുക്ക് തന്നേക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ്. അവർ പറയും ഇന്ന ദിവസം വ്രതം നോക്കണം, അല്ല ഇന്ന രീതി ഇന്ന ദിവസം എഴുത്തണം, അല്ല ഇന്ന ദിവസം നമ്മൾ ആഘോഷിക്കണം തിരുവോണം. ഇപ്പം ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറഞ്ഞാൽ പകലും രാത്രി ഒരേപോലെ പ്രകാശിച്ച് നിൽക്കുന്ന ദിവസമാണ്. ഈക്വലാണ്. അങ്ങനെയല്ല, പ്രകാശിച്ച് നിൽക്കും. രാത്രി ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറഞ്ഞാൽ പൗർണമിയാണ്. രാത്രി നല്ല മനോഹരമായ ചന്ദ്രപ്രകാശം, അതായത് ലോകം മുഴുവൻ പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്, നിറച്ച് കായികനികളുമായിട്ട്. കാരണം ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകത അതാ. അപ്പോൾ അത് മനോഹരമായ ഒരു രാത്രി സമ്മാനിക്കുന്ന ചന്ദ്രപ്രകാശം, പകലാകട്ടെ നല്ല ആരോഗ്യമുള്ള സൂര്യപ്രകാശം. ചിങ്ങമാസത്തിൽ ദിവസം പകല് 12 മണി അഭിജിത്ത് മുഹൂർത്തം. ആ സമയത്ത് ജനിക്കുന്നവരൊക്കെ മിടുക്കരാണ്. അവർ നേരെ നോക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം കണ്ണൊക്കെ നല്ല തീക്ഷ്ണമായിരിക്കും. നമുക്കൊരാളെ കാണുമ്പോഴേ ലക്ഷണശാസ്ത്രം വെച്ച് അറിയാൻ പറ്റും, അയാൾ മിക്കവാറും മിടുക്കൻ, അയാൾക്ക് കാരണം അയാളുടെ കണ്ണൊക്കെ നല്ല തീക്ഷ്ണമായിരിക്കും, മിടുക്കനായിരിക്കും. അതാണ് മുഹൂർത്തങ്ങളുണ്ട്. അപ്പം ചില ആൾക്കാർ കുട്ടികളൊക്കെ സിസേറിയൻ ചെയ്തെടുക്കുന്നുണ്ട് ഈ മുഹൂർത്തമൊക്കെ നോക്കി. അതിലും കാര്യമുണ്ട്. അത് ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഈ പറഞ്ഞ പോലെ നല്ല മുഹൂർത്തം നോക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമോഷൻ വെച്ചിട്ട് ആ ഡേറ്റിൽ തന്നെ കുട്ടിയെ ജനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് സിസേറിയൻ ചെയ്തെടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഇപ്പോൾ. അതുകൊണ്ട് ശരിക്കും ഗുണമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദിക് അസ്ട്രോളജി പറയുന്ന മനുഷ്യന് 3 ജന്മമാണ്. ഒന്ന് ബീജം, രണ്ടാമത് ഗർഭപാത്രത്തിനുള്ളിലെ ജീവിതം, അത് വേറൊരു ലെവലാണ്. മൂന്നാമത് പഞ്ചഭൂത ബന്ധനം, അതായത് വെളിച്ചത്തെ കണ്ണുൾക്കൊള്ളുന്ന, വായുവിനെ ശ്വസിക്കുന്ന, ശബ്ദത്തെ സ്വീകരിക്കുന്ന. ഇപ്പം നമ്മൾ എന്താ പറയുക, വലിയ വായു വലിച്ചു കയറ്റി കരഞ്ഞുകൊണ്ട് മരിക്കാറാകുമ്പോൾ ഊർജ്ജശ്വാസം വിട്ടു പോകുന്നവരെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ആ നമ്മളെ ഈ പഞ്ചഭൂത ബന്ധനത്തിൽ അകപ്പെടുന്ന ആ നിമിഷം അത് പ്രകൃതിയിൽ ഒരു അനുകൂല ഊർജ്ജമുള്ള സമയമാണെങ്കിൽ അത് നല്ലതല്ലേ. നമ്മളുടെ ഓറാ ലെവൽ പോസിറ്റീവ് വൈബ്രേഷനാവും. എല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ചില ആൾക്കാരുണ്ട്. എത്ര വലിയ പ്രശ്നങ്ങളെയും പോസിറ്റീവായിട്ട് കാണുന്ന മഹാന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ല സാർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാൽ ആ കുട്ടി ജനിക്കേണ്ടിരുന്നൊരു സമയമുണ്ടല്ലോ, അതായത് നോർമലി നമ്മൾ അതിനെ നേരത്തെ ആക്കുന്നതോ അത് നമ്മൾ നേരത്തെ ആക്കുന്നതല്ല, അത് വിശേഷ ബുദ്ധിയുള്ള മാതാപിതാക്കൾ നേരത്തെ ആക്കുന്നു. അല്ല, ആ കുട്ടി ജനിക്കാൻ ഒരു കാരണമായിട്ട് ഈ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ ഈ കുട്ടിയെ സിസേറിയൻ ചെയ്തെടുക്കാൻ തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രം. അതാണ് അതിന്റെ ശാസ്ത്രം. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ബീജാവസ്ഥ ഒരു അത് വേറെ ഒരു അവസ്ഥയാണ്. അതായത് ഈ ശരിക്കും പഞ്ചഭൂത ബന്ധനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെക്കുറിച്ചാണ് വേദിക് അസ്ട്രോളജി പറയുന്നത്. അത് പ്രസവമാണ്, സിസേറിയനാണെങ്കിലും ഈ വെളിച്ചത്തെ കണ്ണുൾക്കൊള്ളുന്ന, വായുവിനെ ശ്വസിക്കുന്ന, ശബ്ദത്തെ സ്വീകരിക്കുന്ന ആ നിമിഷമാണ്. അപ്പം ആ സമയത്തൊരു ഗ്രഹണമാണെങ്കിൽ ആ കുട്ടിക്ക് വൈകല്യങ്ങൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് സിസേറിയൻ ചെയ്തെടുക്കുന്നത് എന്താ തെറ്റിരിക്കുന്നത്? അത് അവർക്ക് അവരുടെ കർമ്മഫലം കൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് ആ മാതാപിതാക്കൾക്ക്. കാരണം ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ നമുക്ക് വേറെ ലെവൽ വരും. നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് കുട്ടികളുണ്ടായ ശേഷം നാശം ഉണ്ടാകുന്നു, നന്മ ഉണ്ടാകുന്നു, ധാരാളമുണ്ട്. ഇപ്പം ചില നക്ഷത്രങ്ങൾ ജനിച്ചിട്ട് ഇപ്പം പറയും പൂരാടം നക്ഷത്രവും കറുത്ത പക്ഷത്തിലെ അഷ്ടമിയും കൂടി ഒന്നിച്ച് വന്ന് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ദോഷം, അമ്മാവിന് ദോഷം, കൊച്ചിന് ദോഷം എന്നൊക്കെ പറയാറുണ്ട്. സയൻസ് ഒന്നും ഇല്ലെങ്കിൽ സത്യം. ഈ അത്തം നക്ഷത്രത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തം എങ്ങനെയാണ്? അല്ല, അത്തം നല്ല നക്ഷത്രമാണ്. പക്ഷേ ഈ ഏത് നക്ഷത്രമാണെങ്കിലും നമ്മൾ ജനിക്കുന്ന സമയത്തെ ആശ്രയിച്ചാണ്, ഒരു തർക്കമില്ല. ഇപ്പം ഇതുപോലെ ഞാനൊരു സിനിമയ്ക്ക് കഥ എഴുതാൻ കൂടി നമ്മുടെ സദാനന്ദൻ്റെ സമയം എന്നുള്ള അതിൻ്റെ അകത്ത് ഞാനും, കാരണം അന്ന് നമ്മൾ ദിലീപിനന്ന് കൊടുത്തത് പൂരാടം നക്ഷത്രവും കറുത്ത പക്ഷത്തിലെ അഷ്ടമിയാണ്, പൂരാടം നാള്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജനിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്മ മരിക്കുകയാണ്. അപ്പോൾ ഇത് അസ്ട്രോളജിക്ക് അറിയാവുന്നവർ കേട്ട് കഴിയുമ്പോൾ അതിനൊരു സത്യം ഉണ്ടാകണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ശ്രീകണ്ഠൻ നായർ അന്ന് എന്നോട് നിർദ്ദേശിച്ചു, ഇങ്ങനെ പോയി ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പോയി അതെല്ലാം കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തു. ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ധാരാളം നിമിത്തങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം നമ്മൾ ഈ ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് ഞാനിവിടെ അതിൻ്റെ കൂടെ പോയി. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് അനുഭവമുണ്ട്, 100 കണക്കിന് അനുഭവമുണ്ട്. ജ്യോതിഷമായാലും ശാസ്ത്രമായാലും മനുഷ്യ ജീവിതമായാലും സൂര്യനും ചന്ദ്രനും അത് നമ്മളെ ബാധിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു. നന്ദി ശ്രീ ഷാജി ജോസഫ് ഇടമുറുക്. തിരിച്ചും പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ മേളം കറി മസാല.